ജൂൺ 28 വെള്ളിയാഴ്ച. മത്തായി 8:1-4 വരെ വാക്യങ്ങൾ. ക്യാൻസറിൻ്റെ 4ാം ഘട്ടം തരണം ചെയ്യാൻ ജേക്കബിന് ആധുനിക വൈദ്യശാസ്ത്രത്തെക്കാൾ കൂടുതൽ മറ്റൊന്ന് വേണ്ടിയിരുന്നു. അവന് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ആവശ്യമായിരുന്നു. അടുത്ത 4 വർഷത്തിനപ്പുറം ജീവിക്കുവാനുള്ള സാധ്യത 30% മുതൽ 40% വരെ മാത്രമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാർ പറഞ്ഞു. അപ്പോഴാണ് വിശ്വാസം ഉടലെടുക്കുന്നത്. ഈ സാഹചര്യം ദൈവത്തെ ഭരമേൽപ്പിക്കാൻ ബോധപൂർവമായ ഒരു തീരുമാനം അദ്ദേഹം എടുത്തു. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്നും ദൈവം ഒരു രോഗശാന്തിക്കാരനാണെന്നും എന്നെ പരിപാലിക്കാൻ പോവുകയാണെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ജേക്കബ് പറയുന്നു. കീമോതെറാപ്പി ചികിത്സ നിർത്താൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതിന് ശേഷം അദ്ദേഹം തീരുമാനിച്ചു. അധികം താമസിയാതെ ജേക്കബ് ക്യാൻസർ വിമുക്തനായി. വൈദ്യചികിത്സ നിരസിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മുടെ ജീവിതത്തിൽ സഞ്ചരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഒരു കുഷ്ഠരോഗി സൗഖ്യം പ്രാപിക്കുന്നത് നാം കാണുന്നു. കുഷ്ഠരോഗി യേശുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, നിനക്ക് വേണമെങ്കിൽ എന്നെ ശുദ്ധനാക്കാം. ഒരു മടിയും കൂടാതെ യേശു കുഷ്ഠരോഗിയുടെ അപേക്ഷയോട് പ്രതികരിച്ചു. തൊട്ടുകൂടാത്ത ആ മനുഷ്യനെ തൊടാൻ യേശു കൈനീട്ടി. ഞാൻ മനസ്സാകുന്നു, നീ ശുദ്ധിയുള്ളവനാകട്ടെ എന്ന് യേശു പറയുന്നത് ഒന്ന് ഓർത്തു നോക്കുക. സഹായത്തിനായി തന്നെ സമീപിക്കുന്ന ആരെയും യേശു ഒരിക്കലും അവഗണിക്കുകയില്ല. കുഷ്ഠരോഗിക്ക് തന്നെ സഹായിക്കാൻ യേശുവല്ലാതെ മറ്റാരുമില്ല എന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. യേശു അവൻ്റെ ആഗ്രഹം നിറവേറ്റി. അവൻ സുഖം പ്രാപിച്ചു. ഒരു വിധത്തിൽ നമ്മളും പല കാര്യങ്ങളിലും അശുദ്ധരാണ്. നമ്മുടെ പാപത്താൽ മറ്റുള്ളവരോട് അടുക്കാൻ നമ്മൾ യോഗ്യരല്ല, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ. എന്നിരുന്നാലും നമ്മെ സുഖപ്പെടുത്താൻ കർത്താവല്ലാതെ മറ്റൊരു പ്രതീക്ഷയും നമുക്കില്ല. കുഷ്ഠരോഗിയെപ്പോലെ വിനയത്തോടും വിശ്വാസത്തോടും കൂടി നാം യേശുവിനെ സമീപിക്കുകയും നമ്മെ ശുദ്ധരും പൂർണ്ണരും നവീകരിക്കപ്പെട്ടവരുമാക്കാൻ അവനോട് അപേക്ഷിക്കുകയും ചെയ്യാം. എന്താണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന കുഷ്ഠം അല്ലെങ്കിൽ അസുഖം? നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എന്താണ്? നമുക്കെല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള കുഷ്ഠരോഗം അല്ലെങ്കിൽ അസുഖമുണ്ട് എന്ന് ഞാൻ അനുമാനിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രോഗശാന്തി എന്താണ്? ഈ അസുഖങ്ങൾ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ പോയിട്ടുണ്ടോ? അതോ ലജ്ജയോ ഭയമോ നിമിത്തം നിങ്ങൾ യേശുവിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വേർപെട്ട് നിൽക്കുകയാണോ? നാം അവൻ്റെ അടുക്കൽ വരാൻ യേശു ആഗ്രഹിക്കുന്നു. യേശു തൊട്ടുകൂടാത്തവരെ സ്നേഹിച്ചു. അവൻ അവരെ അന്വേഷിച്ച് പലപ്പോഴും അവരെ സുഖപ്പെടുത്തി.
അവൻ അവരുടെ കുഷ്ഠരോഗം മാത്രമല്ല, അവരുടെ ലജ്ജയും ഭയവും വേദനയും സുഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശുവിനെ സമീപിക്കാനും നമ്മെ സുഖപ്പെടുത്താൻ അവനോട് അപേക്ഷിക്കാനും വേണ്ട വിശ്വാസം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യേശു നമ്മെ സൗമ്യമായി സ്പർശിക്കുകയും അവൻ്റെ സ്നേഹവും രോഗശാന്തി ശക്തിയും കൊണ്ട് നമ്മെ സുഖപ്പെടുത്തുകയും ചെയ്യും. യേശു നമ്മെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.